25 മത്സരാർത്ഥികൾ ഉണ്ടായിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ടോപ്പ് 5-ലെ ആകെയുള്ള വനിതാ മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ. സീസൺ ജേതാവാകാൻ സാധ്യതയുണ്ടെന്ന് പലപ്പോഴായി ഉയർന്നു വന്ന പേരും ജാസ്മിൻ്റെതായിരുന്നു. പക്ഷേ ജാസ്മിൻ 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയായിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ തുടക്കത്തിലെ ശ്രദ്ധയാകർഷിച്ച ഒരു പേരായിരുന്നു ജാസ്മിൻ ജാഫർ. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ഒരു താരമായതിനാൽ ജാസ്മിൻ പലർക്കും സുപരിചിതയായ ഒരു മത്സരാർത്ഥിയായിരുന്നു. ഹൗസിലെത്തിയപ്പോഴും ജാസ്മിൻ തന്റെ ശൈലിയിൽ ശ്രദ്ധയാകർഷിച്ചു. ആർക്കെതിരെയും മത്സരബുദ്ധിയോടെ പോരാടാനുള്ള മനസ്സായിരുന്നു ഷോയിൽ ജാസ്മിനെ വേർതിരിച്ചത്. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ തുടക്കം മുതൽ എതിരാളികൾ ആവശ്യത്തിനുള്ള മത്സരാർത്ഥിയുമായിരുന്നു ജാസ്മിൻ. ഏത് തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോടും അപ്പപ്പോൾ ശക്തമായി പ്രതികരിച്ച് വാക്കുപോരിൽ ജയിക്കാൻ ശ്രമിക്കുന്ന ആളായിരുന്നു ജാസ്മിൻ. ബിഗ് ബോസ് ഷോയെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. അതിൽ ജാസ്മിൻ പൂർണ്ണമായും വിജയിക്കുകയും ചെയ്തു. 3-ാം സ്ഥാനം സൂചിപ്പിക്കുന്നതും അത് തന്നെ. തനിക്കെതിരായ വിമർശനങ്ങളിൽ വീഴാത്ത ജാസ്മിന് സഹതാപത്തിന്റെ പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. എല്ലാവരും ജാസ്മിനെ മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സിമ്പതിയായിരുന്നു അത്. എന്തായാലും ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയിട്ടും എല്ലാവരും ജാസ്മിനെ എതിർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ജാസ്മിന് ഒരുപാട് ആരാധകരും ഫാൻസും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഇപ്പോൾ ഉയരങ്ങളിലാണ് എന്നുള്ളതാണ് സത്യം. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോഴും ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് തന്നെയാണ്. നെഗറ്റീവുകൾക്കും വിമർശനങ്ങൾക്കും ഇടയിലായിട്ട് പോലും ജാസ്മിൻ അതിൽ നിന്നെല്ലാം കരകയറി. തന്റെ വ്യക്തിജീവിതം പോലും സോഷ്യൽ മീഡിയയിൽ കീറിമുറിക്കപ്പെട്ടിട്ടും തനിക്ക് നേരെയുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജാസ്മിൻ ഇപ്പോൾ ഉയരങ്ങളിലാണ്. ബിഗ് ബോസ് ഷോയിൽ വളരെ സംഭവബഹുലമായ ഒരു ഗ്രാഫായിരുന്നു ജാസ്മിന്. ബിഗ് ബോസ് ഷോ എന്താണ് എന്നും എന്ത് കണ്ടന്റാണ് കൊടുക്കേണ്ടത് എന്നുമുള്ള വ്യക്തമായ ധാരണ ജാസ്മിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത്.